ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ആലപ്പുഴയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നെന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആരോഗ്യവകുപ്പ് ഊറ്റം കൊള്ളുന്നത്. എന്നാൽ ആ മെഡിക്കൽ കോളേജ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? നിരവധി പരാതികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത MICUവിന്റെ വിഷയമടക്കം, അതായത് MICU പൂട്ടിയിട്ടുകൊണ്ട് ജനങ്ങൾക്ക് ബെഡില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഗികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ വിഷയത്തിൽ വിശദമായ ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ പൊതുജനാരോഗ്യ രംഗത്ത് ആശുപത്രികൾ വളരെ കുറഞ്ഞ ഒരിടമാണ് ആലപ്പുഴ, അല്ലെ? ആകെ ആശ്രയിക്കാൻ, ഒരു അപകടം പറ്റിയാലും ഒക്കെ ആശ്രയിക്കാൻ, ഓടിയെത്താൻ കഴിയുന്നൊരിടം ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്. അത്തരത്തിൽ ആധുനിക സൗകര്യങ്ങളുള്ള മറ്റൊരു ആശുപത്രി പോലും ഇല്ലാത്ത ജില്ലയാണ്. കാഷ്വാലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം, അല്ലെ? റോഡ് അപകടങ്ങൾ നിരവധി നടക്കുന്ന ഒരിടം, ഒത്തിരി കേസുകൾ വരുന്ന ഒരിടം. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് പോകുന്നത്? നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ പറഞ്ഞത് കൂട്ടിച്ചേർക്കുകയാണ്. ദേശീയപാത ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയാണിത്. കാരണം അരൂര് തുടങ്ങി കായംകുളം വരെയുള്ള ദേശീയപാതയിൽ ഏക മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്ന ഒരു പ്രാധാന്യം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. എപ്പോഴും ദേശീയപാത എന്ന് പറയുന്ന ഇപ്പോൾ ഒരു കുരുതിക്കളമായി മാറുന്ന സാഹചര്യമാണല്ലോ. എപ്പോഴും അപകടങ്ങളുമായി ആംബുലൻസുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗം. സത്യത്തിൽ ഈ അപകടങ്ങളിൽ കൂടുതൽ നടക്കുന്നത് രാത്രികാലങ്ങളിലുമാണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നൊരു സ്ഥിതി, വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയിൽ വലിയ അപകടങ്ങളുമായിട്ട് ആംബുലൻസുകൾ എരച്ചുപാഞ്ഞ് ഇവിടെ വരികയും ഇവിടെ സീനിയർ ഡോക്ടർമാരെ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആരും ആ സമയത്ത് ഉണ്ടാകാറില്ല. ഔസർജന്മാരാണ് ഈ കാഷ്വാലിറ്റിയിൽ ഇത്ര വലിയ അപകടങ്ങളുമായി വന്നു ചേരുന്നവരെ പരിചരിക്കുന്നത്. പലരും പരിഭ്രമിച്ചു നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റൽ ജാഗ്രതാ സമിതിയുടെ ഭാഗമായി നിരന്തരം ഇവിടെ ഇടപെടുന്ന ആളുകളാണ്. ഇടപെടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങളുമായിട്ട് വലിയ പരിക്കുകളുമായിട്ട് വരുന്ന ആളുകൾ വരുമ്പോൾ ഈ പറഞ്ഞ ഹൗസ് സർജന്മാർ അമ്പരം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരെ കൊണ്ട് ചെയ്യാവുന്നതിനൊക്കെ വലിയ വലിയ പരിമിതികളുണ്ട്. നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മൾ സംശയിച്ചു പോകാറുള്ളത് മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്ന ഒരിടമായിട്ട് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി മാറുകയാണ്. ആ കാഷ്വാലിറ്റി സംവിധാനത്തെ സുസജ്ജമാക്കി മാറ്റിയെടുക്കാനുള്ള വലിയ ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. കാരണം അവിടെ ഡോക്ടർമാർ വേണം, സീനിയർ ഡോക്ടർമാർ വേണം. ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസിനെ നേരിടുവാൻ കഴിയുന്ന വിധത്തിലുള്ള സുസജ്ജമായ സംവിധാനങ്ങൾ, അത് മരുന്നായാലും ശരി, അതുപോലെ തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കുള്ള സംവിധാനങ്ങളായാലും ശരി, അതുപോലുള്ള സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ ഇന്നും ഇനി അങ്ങോട്ടും എല്ലാ കാലത്തും ഈ ദേശീയപാതയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ, വലിയ റോഡപകടങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു ആശുപത്രിയാക്കി, അതിന്റെ കാഷ്വാലിറ്റി സംവിധാനമാക്കി നമുക്കിത് മാറ്റുവാൻ കഴിയുള്ളൂ. ഫോൺകോളിൽ സീനിയർ ഡോക്ടർമാർ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വരാറുണ്ടോ? അവർ വരാറേയില്ലെന്ന് മാത്രമല്ല, നമുക്ക് സങ്കടകരമായ സംഗതി, പലപ്പോഴും വിളിക്കുന്ന നേരത്തെ അവർ ഫോൺ പോലും എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയിലായിരിക്കും. കാരണം രാത്രി വൈകിയൊക്കെയാണല്ലോ പലപ്പോഴും അപകടങ്ങൾ വരും. അപ്പോൾ ഇവിടെ ഏറ്റവും കൃത്യമായിട്ടുള്ള സംവിധാനം, ഒരു എമർജൻസി ഓപ്പറേഷൻ സംവിധാനങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ, അതുപോലെ തന്നെ വരുന്ന എത്ര പേർ വന്നു കഴിഞ്ഞാലും അവരെ പരിചരിക്കുവാൻ കഴിയുന്ന ഒരു കാഷ്വാലിറ്റി സംവിധാനം ഉണ്ടാകണം. അതിനെ തുടർന്നുള്ള ചികിത്സകൾക്ക് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരുടെ അപര്യാപ്തത ഇവിടെയുണ്ട്, നഴ്സിംഗ് സ്റ്റാഫിന്റെ അപര്യാപ്തതയുണ്ട്. നഴ്സുമാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊക്കെ അവരുടെ സ്റ്റാഫ് പാറ്റേണൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഒരുപാട് രോഗികളെ ചികിത്സിച്ച് വലയുന്ന രീതിയിൽ നഴ്സിംഗ് സ്റ്റാഫിന്റെ തസ്തികകളുടെ എണ്ണം ഇവിടെ കുറവാണ്. രോഗികളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ഡോക്ടർമാർ വളരെയേറെ കുറവാണ്. അതുപോലെ തന്നെ മിക്കവാറും ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഈ അനസ്തേഷ്യ വിഭാഗം വളരെ വീക്കാണ് ഇവിടുത്തത്. ഒരു യൂറോളജി സർജറി നടക്കണമെങ്കിൽ ഇപ്പോൾ 7-8 മാസത്തിന് ശേഷമാണ് ഡേറ്റ് കൊടുക്കുന്നത്. അതായത് അടിയന്തര സാഹചര്യത്തിൽ വരുന്ന ഒരു ആൾക്ക് ഒരു ശസ്ത്രക്രിയക്കായിട്ടുള്ള ഈ ആശുപത്രിയിൽ ഡേറ്റ് കിട്ടണമെങ്കിൽ 7 മാസം കാത്തിരിക്കണം. 7 മാസം കാത്തിരിക്കുക. അതിൽ ഓർത്തോ ആഴ്ചകൾ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. കാരണം അനസ്തേഷ്യ വിഭാഗത്തിന്റെ അപര്യാപ്തിയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അതിനുള്ള നഴ്സുമാര്, മറ്റ് ജീവനക്കാരുടെയൊക്കെ കുറവുള്ളതുകൊണ്ടാണ് ഇത്രയും നീണ്ട ഒരു ഡേറ്റ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു എക്കോ എടുക്കണമെങ്കിൽ ആഴ്ചകൾക്ക് ശേഷമാണ് ഡേറ്റ് കൊടുക്കുന്നത്.
അൾട്രാ സ്കാൻ മാസങ്ങൾക്ക് ഈ കാലസമയം അല്ലെങ്കിൽ ഈ 7 മാസത്തെ ഒരു കാലയളവുണ്ടല്ലോ, ആ സമയത്ത് ഈ പേഷ്യൻസ് ഈ ഒഴിഞ്ഞ സാഹചര്യമായിട്ട് വീട്ടിലേക്ക് പോവുകയാണോ? അതെ, യൂറോളജി സംബന്ധിച്ച് ശരിക്കും 7 മാസം കഴിഞ്ഞാണ്. ഓർത്തോ പേഷ്യൻസ് എന്ന് പറയുന്നത് 1 മാസം 2 മാസം കഴിഞ്ഞാണ് ഡേറ്റ് കൊടുക്കുന്നത്. വീട്ടിലേക്ക് അതുവരേക്കും ഇവിടെ കിടക്കേണ്ട പേഷ്യൻസ് ആണ് ഇവിടെ കിടക്കും, അല്ലെങ്കിൽ ഡേറ്റ് കൊടുത്ത് വിടുമ്പോൾ അവർ പറയുന്ന ഡേറ്റ് വരേണ്ട സാഹചര്യമാണ്. അതായത് അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ വേണ്ട ഒരാള് 7 മാസം അല്ലെങ്കിൽ 1 മാസമൊക്കെ ഈ ആശുപത്രിയിൽ ഒന്നെങ്കിൽ ഇവിടെ വന്ന് പെട്ടുപോകുന്ന അവസ്ഥയിൽ കിടന്നു പോകും അല്ലെ, ഈ സർജറിയിലേക്ക് പോകേണ്ടത്. ഈ MIC ഇപ്പം നമ്മൾ കാഷ്വാലിറ്റിയുടെ കാര്യം പറഞ്ഞു, തൊട്ടടുത്തേക്ക് പോകേണ്ടത് വെന്റിലേറ്റർ സംവിധാനം അടക്കമുള്ള ICU യൂണിറ്റുകളാണ്. ICU യൂണിറ്റുകളുടെ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് ന്യൂസ് 18 തന്നെ. നിലവിൽ മൊത്തത്തിലുള്ള ഒരു യൂണിറ്റുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? ICU യൂണിറ്റ് പിന്നെ ഏകദേശം 20 മാസക്കാലമായിട്ട് നമ്മുടെ മെഡിസിൻ ICU അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ന്യൂസ് 18 വാർത്ത വന്നതിന് ശേഷം സന്നദ്ധ സംഘടനകൾ, ജനകീയ ജാഗ്രതാ സമിതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ശക്തമായ സമരവുമായി രംഗത്ത് വന്നപ്പോഴാണ് അടിയന്തരമായത് പണി പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചത്. ഇതുപോലെ പല വിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പോരായ്മകളുണ്ട്. ഇതൊക്കെ തന്നെ ഒരു ആശുപത്രി മികവുറ്റ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ട് ഞങ്ങൾ പോകാറില്ല. ഒരുപക്ഷെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അധികം കേസുകൾ റെഫർ ചെയ്യപ്പെട്ട ഒരു കാലയളവ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെ? ഏകദേശം 6000-ഓളം രോഗികൾ, 6129 രോഗികളാണ് 10 മാസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ റെഫർ ചെയ്യപ്പെട്ടത്. അത്ര മോശമായ ഒരു സാഹചര്യത്തിലേക്ക് ഇതിനു മുമ്പ് ആശുപത്രി പോയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് ഈ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത അന്നത്തെ കേന്ദ്രമന്ത്രിയായ AK ആന്റണി ആയിരുന്നു. AK ആന്റണി എന്ന് പറഞ്ഞത് എന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ ചെവിയിൽ എന്നും ഓർക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജായി നമ്മുടെ ഈ ഹോസ്പിറ്റൽ മാറ്റുമെന്ന് അദ്ദേഹം അന്ന് വാഗ്ദാനം ചെയ്ത. പക്ഷേ അതിൻ്റെ 4 അയലത്ത് പോലും ഈ മെഡിക്കൽ കോളേജിനെ എത്തിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. പക്ഷേ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഇവിടുത്തെ സമ്പന്നന്മാരെങ്കിലൊക്കെ ഉണ്ടാവും, അവരെയൊക്കെ സഹായത്തോടുകൂടി ജനകീയ ജാഗ്രതാ സമിതി അതുപോലെയുള്ള സംഘടനകളുടെ സഹായത്തോടുകൂടി ധാരാളം കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു 8 വീൽ ചെയർ കൊടുത്തു. ആ വീൽ ചെയർ വേണ്ട നിലയിൽ പരിചരിച്ചില്ല. അത് ഒരു മാസം കഴിഞ്ഞുകൊണ്ട് അത് എവിടെ ആക്രി കിടക്കുന്നു. അതെങ്ങനെ നഷ്ടപ്പെട്ടു? ഞങ്ങൾ പിന്നെ പോയി അന്വേഷിച്ചു നോക്കുമ്പോൾ അവിടെ കിടക്കുക. അതിന്റെ ഏതാണ്ട് ഒരു സ്ക്രൂ പോയതേ ഉള്ളൂ. ആ ഒരു സ്ക്രൂ പോയ സാധനം അത് ശരിയാക്കുന്നതിന് പകരം ആക്രി കൊണ്ടുവരും. കാരണം പിറ്റേ 2 മാസം കൂടെ കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പുറത്ത് വിൽക്കാം. ഈ ഒരു ദുഷിച്ച ചിന്തയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറി. അന്ന് AK ആന്റണി പറഞ്ഞ പോലെ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളെല്ലാവരും കൂടി നടത്തുന്നത്. അതിനൊക്കെ എല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഉണ്ടായെങ്കിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് പലരുടെയും സഹായം തേടാൻ പറ്റും. കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഓരോ വാർഡാണ് ഓരോരുത്തരുടെ പേരിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓരോ വാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നോക്കിയാൽ ഓരോരുത്തരുടെ പേരിലാണ് ഈ വാർഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലും ആവശ്യം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഈ ഹോസ്പിറ്റൽ എന്ന് കണ്ടാൽ ജനങ്ങൾ ഇങ്ങോട്ട് സഹായിക്കും. കാരണം എൻ്റെ ഒരു ബന്ധു മരിക്കുന്ന വളരെ സീരിയസ് ആയി, അവരെ രക്ഷപ്പെടുത്തിയെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ ഹോസ്പിറ്റലിനോട് നന്ദി ഉണ്ടാവും. എന്തെങ്കിലും ആ ഹോസ്പിറ്റലിന് വേണ്ടുന്ന ഡെവലപ്മെന്റ് കാര്യങ്ങൾക്ക് ഞാൻ അതിനകത്ത് ഇടപെടാൻ സാധ്യതയുണ്ട്. ആ നിലയിലൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിനെ മികവുറ്റതാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഇതൊക്കെ മാറി കിട്ടുമെന്നാണ് നമ്മളൊക്കെ അഭിപ്രായം. ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമുക്കറിയാം ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള തകരാറുകളുമായി എത്തുന്ന രോഗികൾ, അവർക്കാണ് അടിയന്തര ശസ്ത്രക്രിയയും അവർക്ക് കൂടുതൽ പരിചരണവും ഒക്കെ ആവശ്യമുള്ള ഒരു സാഹചര്യമുണ്ട്. ശസ്ത്രക്രിയക്ക് എത്തുന്ന ആളുകൾക്ക് പോലും അല്ലെങ്കിൽ അത്തരത്തിൽ അതിന് വിധേയരാകുന്ന ആളുകൾ പലപ്പോഴും സ്വകാര്യ ഇപ്പോൾ ഇംപ്ലാന്റുകളൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ സ്വകാര്യ ലോബിയുടെ പിടിയിലൂടെയാണ് ഓരോ കാര്യങ്ങളും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല രോഗികൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ അത് സമാനതകളില്ലാത്തതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ കാർഡിയോളജി വാർഡിൽ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ മുടക്കി പണിത ഹോസ്പിറ്റലിൽ ക്രെയിൻ ദിവസങ്ങളോളം ലിഫ്റ്റ് വർക്കാകാതെ കിടക്കുക. അന്ന് അഡ്മിറ്റ് ആകുമ്പോൾ താങ്കളുടെ ഒരു ആരോഗ്യസ്ഥിതി, ഞാൻ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു 2-3 പടി പോലും ചവിട്ടി കയറാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ്. ഡോക്ടേഴ്സ് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ബാത്റൂമിൽ പോലും പോകുന്നത് വീൽ ചെയറിലേ പോകാവുള്ളൂ എന്ന് നിർദ്ദേശിച്ച ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് കേടായി കിടക്കുന്നു, ആ പടി ചവിട്ടി കയറേണ്ട സിറ്റുവേഷൻ വന്നു. തിരിച്ച് ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ താഴെ വന്ന് വേണം ഈ വിരൽ വെച്ച് നമ്മളുടെ ഇത് രേഖപ്പെടുത്താനായിട്ട്. അതിന് 2-3 പ്രാവശ്യം കയറി ഇറങ്ങേണ്ടതായിട്ട് വന്നപ്പോൾ തന്നെ നമുക്കത് ഒരുപാട് രോഗി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അനുഭവം എൻ്റെ അനുഭവത്തിലുണ്ട്. പിന്നെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് ആരോഗ്യ ഇൻഷുറൻസിന്റെ പേരിലാണ് ഓപ്പറേഷൻ നമ്മൾ നടത്തിയത്. അതിൽ നിന്ന് ആ ഫണ്ടിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ കിറ്റ് അടക്കമുള്ള സാമഗ്രികൾ നമുക്കവിടെ ലഭിക്കേണ്ടതാണ്. ആ സാമഗ്രി ആയിട്ടുള്ള ഇതിൽ നിന്ന് കിട്ടേണ്ട കിറ്റ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം 2 മണിക്കോ 3 മണിക്കോ ആണ് ലഭിക്കുന്നത്. തിരിച്ച് രാവിലെ 10:30 എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിൽ കൊണ്ടുവന്നു. അപ്പോൾ സ്വകാര്യ സ്ഥലത്തുനിന്ന്
നമ്മളുടെ ബൈസ്റ്റാൻഡറെ കൊണ്ട് കിറ്റ് മേടിപ്പിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് അപ്പോൾ നിങ്ങൾ പണം കൊടുത്ത് കിറ്റ് വാങ്ങേണ്ടി വന്നു. വാങ്ങി 900 രൂപ കൊടുത്ത് കിറ്റ് വാങ്ങുക. അതിനുശേഷം ആ പണം തിരികെ കിട്ടിയോ? ഇല്ലില്ല, പണം തിരികെ കിട്ടിയില്ല. അതിനകത്തൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്നാണ് നാം കരുതുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചേതനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ബ്ലഡ് പരിശോധിക്കാൻ കൊടുക്കുമ്പോൾ പൈസ ഇല്ലെങ്കിൽ ഈ ഫണ്ട് വരുമ്പോൾ റീഫണ്ട് കിട്ടുന്ന സെറ്റപ്പുണ്ട് നമ്മുടെ നടക്കുന്ന പരിശോധനയ്ക്ക്. ആ റീഫണ്ട് നടക്കുമ്പോൾ ഈ ബൈസ്റ്റാൻഡർമാർ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ആയിരിക്കും. എന്റെ ഭാര്യയൊക്കെ എന്ന് പറയുന്ന വീട്ടമ്മയാണ്. അവർക്ക് കൂടുതൽ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് തന്നെ അവരോട് പറയും അവിടെ പരിശോധിച്ച ചീട്ട് ഇങ്ങോട്ട് തരാൻ പറയും. നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ചീട്ട് കൂടി ഇവർ വാങ്ങും. വാങ്ങിയിട്ട് ഈ ഫണ്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള സംശയം കൂടെ രോഗിയായ നമ്മളെ ഉളവാക്കുന്നുണ്ട്. അന്ന് അതിനുശേഷം, അതായത് കിറ്റ് വാങ്ങി ശസ്ത്രക്രിയയിലേക്ക് താങ്കൾ പോയി 10 മണിക്ക് ആണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരികെ വരുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കിറ്റ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ളതായിട്ട് അവർ അറിയിക്കുന്നത്. ആ അലോട്ട് ചെയ്ത കിറ്റ് എന്ത് ചെയ്തു? അത് ബൈസ്റ്റാൻഡർക്ക് തരാറില്ല, നമ്മുടെ കയ്യിൽ തരാറില്ല, അതിന്റെ പണവും തരാറില്ല. രാവിലത്തെ കിറ്റ് മേടിപ്പിക്കും, അത് ബൈസ്റ്റാൻഡർ കൊണ്ട് കൊടുക്കും, അത് വാങ്ങുന്നുണ്ട് അവര്. അതിനുശേഷമുള്ളത് തിരിച്ച് അത് ഇതേ സ്വകാര്യ ലോബികളിലേക്ക് പോകുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ സംശയം. അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം തന്നെ നടക്കണമെന്ന് നമുക്ക് അഭിപ്രായമുണ്ട്. പരാതിപ്പെടാനായിട്ട് ഞാൻ നമ്മുടെ ആലപ്പുഴ വിജിലൻസ് ഡിവൈഎസ്പി എടുത്ത് ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾക്ക് അതുപോലൊരു കേസ് വേണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് അനുവാദം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഒന്ന് മറുപടിയും പറഞ്ഞായിരുന്നു. ഇവരുടെ സർജറി ആയിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ നമുക്ക് വേണ്ട പോലെ കൈകാര്യങ്ങൾ ചെയ്യാമെന്നത് ഞാൻ സൂപ്പറിൻ്റെമായിട്ട് കോൺടാക്ട് ചെയ്തു. സൂപ്പറിൻ്റെ പറഞ്ഞ് അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ പറഞ്ഞു നിങ്ങൾ ഹെൽത്ത് കാർഡും ബിപിയിലും ഉള്ളൊരു പേഷ്യൻ്റ് ഒരിക്കലും നിങ്ങൾ സാധനങ്ങൾ 50,000 രൂപ സാധനം വാങ്ങിച്ചു കൊടുക്കണ്ട, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന് പിറ്റേന്ന് ഇവിടുത്തെ വന്ന് പറഞ്ഞു 20,000 രൂപ കൊടുത്താൽ സർജറിക്ക് ഡേറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. 50,000 എന്നുള്ളത് 20,000 ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾ 20,000 കൊടുക്കണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം, അത് നിങ്ങൾ നമ്മുടെ കൂടെ നിന്നാൽ മതി. പക്ഷെ ആ പേഷ്യന്റ് അവരുടെ ബൈസ്റ്റാൻഡറൊക്കെ നമ്മളോട് സ്ട്രോങ് ആയിട്ട് നിന്നതിന്റെ പേരിൽ ഇവിടെ നടക്കുന്നത് ഇവരെ പറയാണ് എങ്ങനെയാണ് സാധനം വാങ്ങിക്കുന്നത്. അതായത് നേരത്തെ സാധനങ്ങളുടെ ലിസ്റ്റ് തരികയാണെങ്കിൽ ഇവർക്ക് വില കുറവുള്ള സ്ഥലങ്ങളിൽ പോയി ഇവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധനം വാങ്ങിക്കാം. അതിനുപോലും അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ആ സർജറിക്ക് തൊട്ട് മുമ്പാണോ ഈ ലിസ്റ്റ് നൽകുകയും? അതെ, അതാണ് പറഞ്ഞു വരുന്നത്. ഈ സർജറിക്ക് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സർജറിക്ക് തിയേറ്ററിൽ കയറ്റിക്കാൻ ഒരു ലിസ്റ്റ് തരും. ഈ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. വാങ്ങിക്കണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു മൊബൈൽ നമ്പരോ വരും. ഈ മൊബൈൽ നമ്പർ ആരാ തരുന്നത്? അത് അവിടുന്ന് തരികയാണ്. അവിടുന്ന് ഡോക്ടർമാർ വരും, അല്ലെങ്കിൽ തിയേറ്ററിനകത്തും തരുമെന്നാണ് അവർ പറഞ്ഞത്. ഈ സാധനത്ത് നമ്മൾ വിളിക്കുമ്പോൾ, ഈ നമ്പറിൽ വിളിക്കുമ്പോൾ ആവശ്യമായ സാധനങ്ങൾ അവിടെ തിയേറ്ററിനകത്ത് എത്തും അല്ലേ? തിയേറ്ററിന്റെ അകത്ത് എന്തൊക്കെ വാങ്ങിയെന്നുള്ളത് പേഷ്യന്റ് പോലും അറിയില്ല. എത്ര ബില്ലായെന്ന് പോലും അറിയില്ല. പക്ഷേ ഈ 50,000 എന്ന് പറയുന്നത് ചിലപ്പോൾ 10,000 രൂപ സാധനങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ 6,000 രൂപ അല്ലെങ്കിൽ 10,000-ന്റെ ഉള്ളിൽ നിൽക്കുന്ന സാധനങ്ങൾ കാണൂ. ഈ 50,000 ബാക്കി എവിടെ പോകുന്നു? അതിന്റെ വിശദമായ ഒരു റിപ്പോർട്ട് നൽകാറില്ല, എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് അതൊന്നും പറയാറില്ല. ബാക്കി മിച്ചം വരുന്നുണ്ടോ ഒന്നും പറയാറില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതേ അടിസ്ഥാനത്തിൽ ഈ സാധനങ്ങൾ വരികയും ഗൂഗിൾ പേ ചെയ്തു കൊടുക്കാൻ വേറൊരു നമ്പർ തരികയുമാണ്. ആശുപത്രി അധികൃതർ തരും. അപ്പൊ ഈ വാങ്ങുന്ന സ്ഥാപനത്തിന്റെ ഉടമ ആളുകൾ പോലും അല്ല എത്തുന്നത്, ഏജന്റുമാർ പോലും അല്ല, ആശുപത്രി അധികൃതരാണ് ഗൂഗിൾ പേ നമ്പർ തരുന്നത്. അപ്പൊ ഇത് എവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നു, ഇത് എവിടത്തേക്ക് അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്യുന്നു, ഇതിനിടയിൽ എന്ത് ദുരൂഹതയാ ഉള്ളത്? അപ്പൊ ഇതിനിടയിൽ ഡോക്ടർമാരുടെ കൈക്കൂലി ഒരു വിഷയം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 50,000 രൂപക്കൊക്കെ ഒരു സർജറിക്ക് സാധനങ്ങൾ ഉൾപ്പെടെ വരുന്നെങ്കിൽ ഒരിക്കലും ഒരു 50,000 രൂപയുടെ സാധനങ്ങൾ ഏത് സർജറിക്കാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്? അപ്പൊ ഇതിൽ ഒരു സമഗ്രമായ ഒരു അന്വേഷണം സർക്കാർ ഉണ്ടാക്കണം. ഈ സാധുക്കളെ ആൾക്കാരാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. അവർക്ക് ഇത്ര ആൾക്കാർക്ക് ലോണോ പലിശയോ ഒക്കെ എടുത്തിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് കൊണ്ട് പിന്നെ എന്താണ് ഇവിടെ സാധുക്കളായ ജനങ്ങൾക്ക് ഉപകാരമുള്ളത്? അതുപോലെ തന്നെ നമ്മുടെ 5 വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലിൽ നമ്മുടെ പഠിക്കുന്ന PG വിദ്യാർത്ഥികൾ മരിച്ച കേസിൽ അതിന്റെ പുറത്തിനായിട്ട് നിന്ന് ലാസ്റ്റ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇതിൽ കൊണ്ടുപോകുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ട ആ ഒരു അവകാശവും പരിഗണനയും മരണശേഷവും കിട്ടണമല്ലോ. നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം, മോർച്ചറിയിൽ മുതൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ വെളിയിലേക്കുള്ള വഴി വരെ വളരെ മോശമാണ്. ഈ ബോഡി ഞാൻ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയുടെ കൂടെ ഇരുന്ന് അനുഭവിച്ച ഒരു വേദനയാണ് പറയുന്നത്. ആ ലാസ്റ്റ് കയറ്റി ആ ബോഡിന്റെ കൂടെ ആംബുലൻസിനകത്ത് ഇരുന്ന് ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, ആ ബോഡി പോകാതിരിക്കാൻ വേണ്ടി. അത്രയും ഷെയ്ക്കായിട്ടാണ് ഈ ആംബുലൻസിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിലോട്ട് വരാൻ. എത്ര കാലമായി ഇങ്ങനെ തകരാറായി കിടക്കുന്ന തുടങ്ങിയിട്ട്? ഹോസ്പിറ്റൽ റോഡ് തകരാറാൻ കിടക്കിട്ട് എന്തായാലും 1 അല്ല 2 അല്ല, അതിന് മേലെ ആയിട്ടുണ്ട്.
ഇത് നടപടിയെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്നും ആരും പരാതി നൽകിയിട്ടുണ്ട്? പരാതിപ്പെടുന്നതിന് യാതൊരു കുറവില്ല. കൊടുത്തതിന് പേപ്പറുകൾക്ക് ഒരുപാട് ഇരിപ്പുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് കണ്ടു. പക്ഷേ ഇതിന് പരിഹാരം കാണേണ്ടവരല്ലേ. നമുക്ക് പ്രതിഷേധങ്ങളും ജനകീയ ജാഗ്രത സമിതി ഒരുപാട് പ്രതിഷേധം വെക്കുന്ന ഒരു സമരമാണ്. നമുക്കത് വെക്കാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ന്യൂസ് 18 പോലെയുള്ള വാർത്തകൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് നമുക്ക് ഇതിന്റെ പുറത്തിറങ്ങലും പ്രതിഷേധങ്ങളായിട്ട് മുന്നോട്ട് പോകണം. ഈ ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു MRI ചെയ്യാനായിട്ട് ഒരു പേഷ്യന്റ് എത്തുന്നു, അടിയന്തര സാഹചര്യത്തിലുള്ള ഒരു പേഷ്യന്റാണ്. ആ പേഷ്യന്റിന് ഒരു ദിവസം കിട്ടുന്ന ഒരു 5 ദിവസം 6 ദിവസം വ്യത്യാസത്തിലാണ് എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാ? അതായത് വന്നു കഴിഞ്ഞാൽ അന്ന് നടക്കുന്നില്ല, ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഡേറ്റിന്റെ ടൈം ആകുന്നത് ഇത്ര ഗുരുതരാവസ്ഥയുള്ള രോഗിയാണല്ലോ. രോഗിയും അങ്ങനെ പിന്നെ എമർജൻസി ഉള്ളതൊക്കെ നടക്കാറുണ്ട്. അല്ലാത്ത അവർ തീരുമാനിക്കുന്നതനുസരിച്ചാണ്. അതായത് ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞാൻ കേട്ടുള്ള കാര്യമുണ്ട്. അതൊരു ഹൈലി റെക്കമെൻഡേഷൻ വേണം. ഒന്നെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ നിന്നോ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ ഒരു പ്രയോറിറ്റി കിട്ടും. അല്ലെങ്കിൽ സാധാരണ ആളാണ് സാധാരണ ആണെങ്കിൽ യാതൊരു രക്ഷയുമില്ല. അവൻ അവിടെ കിടന്ന് മരിക്കുക എന്നല്ലാതെ യാതൊരു രക്ഷയില്ല. ഈ അടുത്ത് മാസങ്ങൾക്ക് മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ, MICU ഇവിടെ കംപ്ലൈന്റ് ആണ്. 11 ബെഡുള്ള MICU കംപ്ലൈന്റ് ആയതിന്റെ പേരിൽ ഒരു ആഫിയ ബീവി എന്ന് പറഞ്ഞ ഒരു വയോധിക ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർക്ക് അറ്റാക്കിന്റെ ലക്ഷണമാണ്, അതീവ ഗുരുതരമാണ്, അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ഡോക്ടർമാരും പരിശോധിച്ചപ്പോൾ അത് തന്നെ അവർ വിലയിരുത്തി. പക്ഷേ ICU ഇല്ല. 14-ാം വാർഡിൽ കിടന്നു, 14 13 സ്ത്രീകളുടെ വാർഡിൽ കിടന്നു. അവരുടെ മകൻ ഞങ്ങളുടെ ജനകീയ ജാഗ്രതാ സമിതിയുടെ ഒരു പൊതു ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. അതിലിട്ടിരിക്കുന്നത് നിങ്ങൾ ഇടപെടണം, ഞങ്ങൾക്ക് പൈസയില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞങ്ങൾക്ക് സാമ്പത്തികമില്ല. ഞങ്ങൾ കോട്ടയത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ICU ഇല്ല. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ICU ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇടപെട്ട് ഞങ്ങൾ ആ വാർഡിൽ ചെന്ന് അന്ന് തന്നെ ചെന്നു, സൂപ്രണ്ടിനെ വിളിച്ചു. അങ്ങനെ ബന്ധപ്പെട്ട് ICU ഇല്ല. പിന്നെ അവർ അന്ന് രാത്രി ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, അവരുടെ ലക്ഷണം കണ്ടിട്ട്, അവരുടെ ആ രോഗത്തിന്റെ തീവ്രത കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അവർ ഇന്ന് രാത്രി മുഴിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ രാത്രി 8 മണിക്ക് അവരുടെ മകൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഉമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ആ അവസ്ഥയാണുള്ളത്. ICUലേക്ക് കയറ്റാനുള്ള രോഗി പുറത്തു കിടന്ന് മരിക്കും. അതേസമയം റെക്കമെൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് ICU കിട്ടുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു അനുഭവം നമ്മൾക്കുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാർമസിയിൽ മരുന്നുകളില്ല. പല വിഭാഗങ്ങളിൽ OPയിൽ എത്തുന്ന രോഗികൾ ഓരോ ഡോക്ടർമാർ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പറയുകയാണ് ഇവിടുന്ന് മരുന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവസാനം ചെല്ലുമ്പോൾ മരുന്നില്ലാത്ത അവസ്ഥയാണ്. വലിയ ക്യൂ ആണ്. ആ ക്യൂ പൂർത്തീകരിച്ച് ഏറ്റവും ഒടുവിൽ എത്തുമ്പോഴാണ് മരുന്നില്ല എന്ന് പറയുകയാണ്. അതിന് ഒരു പരിഹാരം എന്നോണം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇവിടെ OP ടിക്കറ്റ് എടുക്കുന്നത് സിസ്റ്റത്തിലൂടെയാണ്. അതായത് എനിക്ക് ഒരു 8 എന്നുള്ളൊരു നമ്പർ കിട്ടിയാൽ ഞാൻ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആ നമ്പർ ആകുമ്പോഴേ എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഡോക്ടറുടെ സിസ്റ്റത്തിൽ അത് വരണം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇവിടെ ഉള്ള മരുന്നുകൾ ഏതൊക്കെയാണ് ഉണ്ടുള്ള ഡിസ്പ്ലേ ചെയ്യണം. അല്ലെങ്കിൽ ഡോക്ടർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇത് ഡോക്ടറോട് ഞാൻ തന്നെ ഒരു പനിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ഡോക്ടർ ആന്റിബയോട്ടിക്, ഞാൻ ചോദിച്ചു ഡോക്ടർ ഇത് പുറത്തുനിന്നാണെന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ക്യൂ നിന്ന് അടുത്തെത്തിയപ്പോൾ പറയാണ് ഇവിടെ ആ മരുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് അറിയില്ല എന്തൊക്കെ മരുന്ന് ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ രോഗികൾ മണിക്കൂറുകളോളം നിന്ന് ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ അതിനും ഒരു പരിഹാരം വേണം. അങ്ങനെ സർവത്രമായ കുറ്റങ്ങൾ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനം നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനകീയ ജാഗ്രത സമിതി നിരന്തരം ഓരോ സമരങ്ങളും ഓരോ അപേക്ഷകളും, അതായത് മന്ത്രിതലത്തിലാണെങ്കിലും സൂപ്രണ്ടിനാണെങ്കിലും പ്രിൻസിപ്പാളിനും ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ട് അതിനൊന്നും യാതൊരു മറുപടി പോലുമില്ല. അതായത് ചോദ്യം ചോദിക്കാൻ ഇവരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ള ആളുകളുണ്ട്. വ്യത്യസ്തമായ ഈ ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മ കൂടെ ഉണ്ടാക്കിയാണ് ഇങ്ങനെ ഈ സംഭവങ്ങൾക്കെതിരെ ഇവർ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്തൊന്നും തന്നെ ഒരു ഫലവും കാണാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. താങ്കൾ അംഗപരിമിതനായ ഒരു വ്യക്തിയാണ് അല്ലേ? ആശുപത്രിയിലെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് അവസ്ഥ? നമ്മുടെ ഈ ആശുപത്രിയിൽ 10-24 ലിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 2-3 ലിഫ്റ്റുകൾ മാത്രമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാർ വരുന്നൊരു ആശുപത്രിയാണ്. ഞാൻ കുറച്ച് നാൾ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പരിമിതികൾ
അത് ഏതാണ്ട് നമ്മൾ ആലോചിച്ചാൽ വളരെയേറെ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു മെഡിക്കൽ കോളേജ്, വളരെയേറെ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ സംവിധാനങ്ങളൊന്നും തന്നെ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള മറ്റ് സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. നാം ഒന്ന് മനസ്സിലാക്കണം, കേരളത്തിലെ ഈ സാധാരണക്കാർ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നത്, അവരെ കൊല്ലാൻ കൊണ്ടുപോകുകയാണോ എന്നുള്ള ഈ സാധാരണക്കാർ ചോദിക്കും. പക്ഷേ നമുക്ക് ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ജനകീയ ജാഗ്രതാ സമിതി ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ഞങ്ങൾ പലപ്പോഴും അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇത് കാട്ടിലെ തടി തേവരുടെ ആന എന്ന രീതിയിലാണ് ഇവിടെ പോകുന്നത്. അതായത് ഇവിടെ ഡെന്റൽ കോളേജ് ഉണ്ടായിരുന്നു, ഡെന്റൽ കോളേജ് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ ഡെന്റൽ കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതായത് പണിത് 2 വർഷമായി പൂർണ്ണ സജ്ജമായി പണിതിട്ട കെട്ടിടത്തിന്റെ കരാറുകാരൻ ഉൾപ്പെടെ പണം കൈമാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതാണ് അത്തരത്തിലൊരു അഫിലിയേഷൻ റദ്ദാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതെന്നാണ് അല്ലേ പറയുന്നത്? അതെ, എനിക്ക് അത് പറയുന്നതിന് മുമ്പ് ഒരു സംഗതി കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മുടെ ഇപ്പൊ നേരത്തെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിക്കും ഇതിനൊരു അതോറിറ്റി ഉണ്ടാവണം, ഇതിന് ഇടപെടേണ്ടതും ഫോളോ ചെയ്യേണ്ടതും ഒക്കെ ആളുകൾ. അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥ മെക്കാനിസം ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. പ്രധാനമായും ഇതിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരാൾ ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. കോളേജ് പ്രിൻസിപ്പാൾ ഈ വിഷയത്തിലൊക്കെ വളരെ കൃത്യമായ അലംഭാവമോ അല്ലെങ്കിൽ ഉദാസീനപരമായ സമീപനങ്ങളോ തുടരുന്നതിന്റെ തിക്തഫലമാണ് ഇവിടെ പല സംഗതികളും നടക്കാതെ പോകുന്നത്. മറ്റൊന്ന്, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ മറ്റൊരു വിഭാഗമാണ് ഡെന്റൽ കോളേജ്, മറ്റൊരു സ്ഥാപനമാണ്. പക്ഷേ 2-3 വർഷമായി അവിടെ പണി പൂർത്തീകരിച്ചിട്ട് ഓപ്പണാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു പ്രേതാലയം പോലെ കെട്ടി അതിന്റെ ജനലുകൾ തകർന്നു, ഡോറുകൾ തകർന്നു കോലത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വലിയൊരു വിഹാര കേന്ദ്രമായി അത് മാറുകയാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി, അവിടെ മെഡിക്കൽ കൗൺസിൽ പോലെയുള്ള സംവിധാനങ്ങളുടെ അഫിലിയേഷൻ പോലും റദ്ദാകുന്ന തരത്തിലേക്ക് ആ സ്ഥാപനം പോവുകയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് ഇടപെടാനോ, ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച കെട്ടിടം പൂട്ടിയിട്ടിട്ടാണ് സൗകര്യങ്ങളില്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ ബാധിക്കുന്ന രീതിയിൽ അഫിലിയേഷൻ റദ്ദാകുന്നത്. തീർച്ചയായിട്ടും കുട്ടികളുടെ മാത്രമല്ല അവിടെ വരുന്ന രോഗികൾക്ക്, അവിടെ പല്ല് റൂട്ട് കനാല് അതുപോലെയുള്ള ശസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുന്ന ആളുകൾക്ക് 3-4 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർക്ക് ഡേറ്റ് കൊടുക്കുന്നത്. ചോദിച്ചാൽ അവിടെ എക്യുപ്മെന്റ്സ് ഇല്ല, ഡോക്ടേഴ്സ് ഇല്ല, ഫെസിലിറ്റീസ് ഇല്ല. ശരിയാണ്, പുതിയ സ്ഥാപനത്തിലേക്ക് മാറണം. പക്ഷേ അതൊന്ന് ഓപ്പണാക്കി കൊടുക്കാൻ, അതൊന്ന് റെഡിയായി കൊടുക്കാൻ കഴിയുന്നില്ല. 5 കോടി രൂപ അടുത്തോളം അതിന്റെ വയറിങ്ങിനും മെക്കാനിസത്തിനൊക്കെ വേണ്ടി കോൺട്രാക്ടർക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ഥാപനം അടച്ചിട്ടേക്കുന്നത്. എന്നാൽ അവിടെ വന്നിട്ടുള്ള പുതിയ എക്യുപ്മെന്റ്സ്, അവിടെ സ്കാനിങ്ങും അതുപോലെയുള്ള മെഷീനൊക്കെ അവിടെ വന്നതിന് ശേഷം അതിന്റെ AMC പുതുക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുകാർ സ്ഥാപനത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം 1 വർഷമായി ഈ മെഷീൻ കൊണ്ട് വെച്ചിട്ട് ഓപ്പൺ ആക്കാതെ വെച്ചിരിക്കുകയാണ്. 2 പ്രശ്നം, ഒന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ദുരിതം അനുഭവിക്കുന്നു, മറ്റൊന്ന് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഭാവി, രക്ഷകർത്താക്കളുടെ ആശങ്ക, ഇതെല്ലാം പരിഹരിക്കുന്നതിൽ ഗവൺമെന്റുകളോ സംവിധാനങ്ങളോ ഒന്നും ഇടപെടുന്നില്ല. പ്രത്യേകിച്ച് ഇത്തരം അധികാരികൾ അനങ്ങാപ്പാറ നയം നടത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ ആലപ്പുഴക്ക്. എന്നാൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഹൈലൈറ്റിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥാപനം, ഇതിനേക്കാൾ വലിയ ഫെസിലിറ്റീസിനോട് കൂടി അവതരിപ്പിക്കുന്ന സ്ഥാപനമാണ്. അതിനെ ഒന്ന് നേരായ രൂപത്തിൽ നടത്താനുള്ള ഇച്ഛാശക്തിയുള്ള ആളുകൾ, ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും രാഷ്ട്രീയ സംവിധാനങ്ങളാണെങ്കിലും ഇടപെടുന്നില്ല എന്നതാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദയനീയ വിഷയം. മൃതദേഹം പുറത്ത് കൊണ്ടുവന്ന് വെച്ച് പ്രതിഷേധിക്കേണ്ടി വന്ന ഗതികേടുണ്ടായ സാഹചര്യമാണല്ലേ ഇവിടെ? തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഉമ്മ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് അനുഭവിച്ച മാനസിക അന്നത്തെ എല്ലാ ചാനലിൽ കൂടെ പുറത്തു വന്നതാണ്. അതുമാത്രമല്ല, ഇവിടെ തന്നെ നമുക്ക് പുറത്ത് നോക്കിയാൽ തന്നെ കാണാം, രാത്രി കാലങ്ങളിൽ പുറമേ കാണുന്ന ബാത്റൂംസ് കാര്യങ്ങളെല്ലാം ഇവർ പൂട്ടിയിട്ടേക്കും. അതായത് മറ്റു എവിടെയും കാണാത്തൊരു രീതിയാണ്. അതായത് മെഡിക്കൽ കോളേജിന്റെ ICU, കാർഡിയോളജി ICU ആണെങ്കിൽ കെട്ടിടങ്ങൾ ധാരാളം ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ അവിടെ പൂട്ടിയിട്ടുണ്ട്, വിശ്രമ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ. പക്ഷേ രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സായി എത്തുന്ന ആളുകൾ പുറത്ത് ഈ ICUവിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഗ്രില്ലിന്റെ ഭാഗത്ത് പുറത്ത് കിടക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇത്രയും അധികം സൗകര്യങ്ങളുള്ള ഒരു സ്ഥലങ്ങൾ പൂട്ടിയിട്ടിട്ടാണ് ഈ ആളുകൾക്ക് ഒരു മാനസിക പരിഗണന പോലും ഇല്ലാതെ ആളുകൾ കിടക്കേണ്ടി വരുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡിനകത്ത് ചിലപ്പോൾ കൂടെ വന്ന ഒരാൾക്ക് കൂടെ നിൽക്കാൻ പറ്റും, ബാക്കിയുള്ള ആൾക്കാരെല്ലാം പുറത്ത് നിൽക്കണം, വരാന്തകളിലൊക്കെ കിടക്കണം. ആ രാത്രി സമയത്തിലൊന്നും അവർക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ബ്ലോക്ക് പൂട്ടി അകത്തോട്ട് വരാൻ പറ്റത്തില്ല. തിരിച്ച് ഏതെങ്കിലും പുറത്തോട്ട് വന്നാൽ പുറത്ത് ബാത്റൂമും പൂട്ടിയിട്ടിരിക്കുകയാണ്. വിശ്രമ കേന്ദ്രങ്ങൾ 2 ഉണ്ട്, പക്ഷേ ഉദ്ഘാടനം ചെയ്തിട്ടും അത് ഇതുവരെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന രോഗികളുടെ ബൈസ്റ്റാൻഡൊക്കെ തുറന്നു കൊടുത്തിട്ടില്ല. അത് കാരണം അവർക്ക് പുറത്ത് ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ലാത്ത എന്ത് പറ്റും, ഈ കാണുന്ന കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും പോയി അവർ
പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് വരും. അത് വീണ്ടും വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോകും. അതിന് പോലും ഇവർ അലംഭാവം കാണിക്കുകയാണ്. അങ്ങനെ പല വിഷയങ്ങൾ, ഓരോ വിഷയങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ ഈ തുണി കഴുകുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കണം. അവിടുത്തെ അവസ്ഥ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പ്രത്യേക ഇത്തരം രോഗികളുള്ളൊരു സ്ഥലത്ത് ആ തുണി കഴിയുന്ന അതിന്റെ വേസ്റ്റ് വെള്ളം എല്ലാം അവിടെ കെട്ടിക്കിടക്കുന്നു. അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് ഈ പറയുന്ന രോഗങ്ങളൊക്കെ കൂടാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ആ അലക്ക് കേന്ദ്രങ്ങൾ. അതുപോലും ശുചീകരിക്കാനുള്ള സൗകര്യം പോലും ഇവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാമോഗ്രാമിന്റെ വിഷയം എന്താണ്? ഇവിടെ എത്ര നാളായി ആ പരിശോധനകൾ ഇല്ലാതായിട്ട്? സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസർ നിർണ്ണയിക്കുന്നതിനുള്ള മാമോഗ്രാം മെഷീൻ തകരാറിലായിട്ട് 3.5 വർഷക്കാലത്തിലേറെയായി. പലതവണ നിവേദനം കൊടുത്തിട്ടും അതിന് പരിഹാരമാകുന്നില്ല. 2000-3000 രൂപ മുടക്കി പുറത്തുള്ള സ്വകാര്യ ലാബുകളിൽ പരിശോധിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതിന് അടിയന്തരമായ ഒരു പരിഹാരം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അല്ല, ഈ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു മാമോഗ്രാം മെഷീനുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ ആളുകൾ കബളിപ്പിക്കുകയോട് ചെയ്യുന്നു. അതെ അതെ, പല പ്രാവശ്യം അന്വേഷിച്ചപ്പോഴും എത്തിയിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു തടസ്സം മാത്രമാണ് ഉള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വിവരാവകാശം വെച്ച് കഴിഞ്ഞപ്പോൾ മാമോഗ്രാം മെഷീൻ എത്തിയിട്ടില്ല എന്നാണ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഒരു രോഗി നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. ബൈസ്റ്റാൻഡർ ആണല്ലേ? ഓക്കെ. അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞു. ഇന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. വന്ന ദിവസം തന്നെ ഇവിടെ ICUയിൽ നമ്മുടെ അത്യാഹിത വിഭാഗത്തിലോട്ടാണ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുതി തന്ന ഓക്സിജൻ മാസ്ക്, ഗ്യാസ് പിടിക്കുന്ന മാസ്ക്, ഇതെല്ലാം പുറത്തോട്ട് ഗ്യാസ് നമ്മൾ ആവി പിടിക്കുന്ന മരുന്ന്, ഇതെല്ലാം പുറത്തൊക്കെയാണ് എഴുതി തരുന്നത്. ഇത് പോയി നമ്മൾ പുറത്തു പോയി ഒന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കണം. പക്ഷേ ഈ സാധനം അവിടെ ഇരിപ്പുണ്ട്. അന്നേരം നമുക്ക് വെച്ച് തരുന്നത് അവിടെ നേരത്തെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന സാധനമാണ് നമുക്ക് ഈ പേഷ്യന്റിന് വെച്ച് തരുന്നത്. നിങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അതല്ല ഉപയോഗിക്കുന്നത്, അവിടെ ഉണ്ടാവുന്ന സാധനമാണ്. അച്ഛൻ ഈ ചികിത്സാ പരിഗണനയിൽ വരേണ്ട ആളാണോ? വരേണ്ട ആളാ. നമ്മുടെ ഹെൽത്ത് കാർഡൊക്കെ ഉള്ളതാണ്. ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിലും നമുക്ക് ഹെൽത്ത് കാർഡിന് പല പരിമിതികളുണ്ട്. ഇപ്പൊ സർക്കാരിന്റെ പല പരിമിതികളും ഹെൽത്ത് കാർഡിനുണ്ട്. അതുകൂടാതെ ഇപ്പൊ ഇന്ന് ഡിസ്ചാർജ് ഷീറ്റ് രാവിലെ എഴുതിയേക്കാണ്. ഇനിയും പോകണമെങ്കിൽ 7:30 മണി കഴിയണം. ഇവിടുന്ന് അത് കിട്ടി നമ്മൾ മരുന്ന് മേടിച്ച് കൊണ്ട് ഹെൽത്ത് കാർഡ്, അതുപോലെ ഹെൽത്ത് കാർഡ് പതിക്കുന്ന ഒരു സിസ്റ്റം വന്നിരിക്കുന്നു. ഹെൽത്ത് കാർഡ് വയ്ക്കുന്ന നമ്മൾ ഈ ഒരു വയ്യാത്ത രോഗിയെ കൊണ്ടുവന്നെ തന്നെ വേണം ഈ ഹെൽത്ത് കാർഡ് താഴേക്ക് ആ ബ്ലോക്കിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ഇന്നിച്ച് ഒരു നെഞ്ചത്ത് വേദന അല്ലെങ്കിൽ പരാലിസിസ് വന്ന ഒരു തളർന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഹെൽത്ത് കാർഡ് ഉള്ളവർ ഹെൽത്ത് കാർഡിന്റെ കൈ പതിക്കണമെങ്കിൽ ഈ ആയിരിക്കുന്ന റൂമിൽ കൊണ്ടുചെല്ലണം. അതായത് ഹെൽത്ത് കാർഡ് വെച്ചിരിക്കുന്ന റൂമിനകത്ത് ഈ രോഗിയെ കൊണ്ടുചെല്ലണം. അല്ലെങ്കിൽ പതിപ്പിക്കുന്ന യന്ത്രം അത് മൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. കാരണം മൂവ് ചെയ്യാൻ പറ്റുന്നതല്ലേ, കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പോർട്ടബിൾ അല്ലേ? പോർട്ടബിളാ. അത് കാരണം അത് ലാപ്ടോപ്പ് ഗുരുതരാവസ്ഥയുള്ള രോഗിയുടെ അടുത്തേക്ക് എത്തത്തില്ല. അവര് വേണമെങ്കിൽ നമ്മുടെ ആവശ്യം നമുക്ക് വേണമെങ്കിൽ 2 വർഷം മുമ്പ് 2 വർഷമായില്ല എന്റെ മോൾ ഭിന്നശേഷിക്കാരിയായ ഒരു കുഞ്ഞാ. ജന്മനായ വകയിലുമുള്ളൊരു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ രാത്രിയിൽ ഫിക്സ് കൂടി ഇവിടെ വന്നിട്ട് രാത്രി അഡ്മിറ്റായ എൻ്റെ കുഞ്ഞിനെ 11:30 വരെ ഉച്ചയ്ക്ക് നോക്കിയിട്ടില്ല. ഞാൻ ഭിന്നശേഷി കമ്മീഷണറെ നേരിട്ട് ഫോൺ വിളിച്ച്, അന്ന് പഞ്ചാഘോഷം സാറാണ്, പഞ്ചാഘോഷം സാർ നേരിട്ട് ഇടപെട്ടിട്ടാണ് എൻ്റെ മോളെ അന്ന് ഇവിടെ ചികിത്സ കിട്ടിയത്. കേട്ടല്ലോ, ഈ കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ ഉൾപ്പെടെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് കരുതാം. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ഇത് കേൾക്കുന്നുണ്ടാവും. കാരണം ഹൃദയ സംബന്ധമായ തകരാറുണ്ടായി വന്ന ആൾക്ക് ഇപ്പോൾ അടിയന്തരമായ എക്കോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത മാസം 28-ാം തീയതിയിലേക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യ സംവിധാനം എത്രമാത്രം കാര്യക്ഷമമല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഓരോ ആളുകളോട് സംസാരിക്കുമ്പോൾ നിരവധി ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഓരോ ആളുകൾക്കും ഓരോ പ്രശ്നങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ ജീവന്റെ വിലയുള്ള പ്രശ്നങ്ങൾക്കെങ്കിലും അടിയന്തര പ്രാധാന്യം ആരോഗ്യ വകുപ്പ് നൽകണം എന്നുള്ളത് തന്നെയാണ്. MIC തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു AC സംവിധാനത്തിന്റെ തകരാർ തുച്ഛമായ തുകയ്ക്ക് പരിഹരിക്കാൻ കഴിയാമായിരുന്ന AC-യുടെ പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ടാണ് 11 ജീവനുകളുടെ വിലയുള്ള 11 വെന്റിലേറ്റർ ബെഡുള്ള MICU പൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ന്യൂസ് 18 ആ വിഷയം ഏറ്റെടുത്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിനകത്തൊരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഓരോ വിഷയങ്ങളും അത്രമേൽ പ്രാധാന്യത്തോടെ വകുപ്പ് കണ്ടാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. ആ വിഷയങ്ങൾക്കെല്ലാം തന്നെ ഇവിടെ എത്തുന്ന ഓരോ രോഗിയുടെയും ജീവന്റെ വിലയുണ്ട് എന്നുള്ളതാണ് ആ വിഷയങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യവും. എന്തായാലും മറ്റൊരു വിഷയം, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.